AICCന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ RSPയിൽ ഭിന്നത മുറുകുകയാണ്. കാർത്തിക് പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രണ്ട് വിഭാഗങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. കാർത്തിക് പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അനുകൂലിക്കുന്ന വിഭാഗത്തിനായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കൂടി രംഗത്തിറങ്ങുകയാണ്. അയാൾ ആ പയ്യനല്ലല്ലോ തീരുമാനിക്കുന്നത്. എന്നാ ഏർപ്പാട് ഇത്? ഈ പേരിനൊന്നും ഒരു പ്രസക്തിയില്ല. RSPയിലെ ഭിന്നത പരസ്യമായി പുറത്തു വന്നത് ഈ പ്രസ്താവനയിലൂടെയാണ്. പ്രേമേന്ദ്രന്റെ മകൻ ഇരവിപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നതിൽ എതിർപ്പുള്ള വിഭാഗത്തിന്റെ ശബ്ദമായാണ് അസീസ് നിലപാട് അറിയിച്ചത്. ഇതിനു പിന്നാലെ കാർത്തിക് പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ അനുകൂലിക്കുന്ന വിഭാഗവും അണിയറയിൽ കരുക്കൾ നീക്കി തുടങ്ങി. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഈ നീക്കം. നമുക്ക് പ്രധാനം ഈ നിയോജക മണ്ഡലത്തിന്റെ വിജയമാണ്. ഒന്നുകിൽ ഈ പറഞ്ഞ ഈ പ്രേമേന്ദ്രന്റെ മകൻ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ ഈ സീറ്റ് കോൺഗ്രസിന് തിരികെ തന്നിട്ട് അതിന് പകരം വേറൊരു സീറ്റ് സ്റ്റേറ്റിൽ എവിടെങ്കിലും ചോദിച്ച് വാങ്ങുക. കോൺഗ്രസിന്റെ ഇരവിപുരം വടക്കേവിള ബ്ലോക്ക് കമ്മിറ്റികൾ ചേരുന്നതാണ് ഇരവിപുരം നിയമസഭാ നിയോജക മണ്ഡലം എന്നുള്ളതുകൊണ്ട് ഈ പ്രതികരണങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. വിജയ സാധ്യത എന്ന ഘടകം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കാർത്തിക് പ്രേമേന്ദ്രനായി വാദിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നാളെ RSPയുടെ നിർണായക മണ്ഡലം കമ്മിറ്റി യോഗം നടക്കാനിരിക്കെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. കാർത്തിക് പ്രേമേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്ന RSPയിലെ ഒരു ഭാഗത്തെയാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ ഈ പ്രസ്താവനകൾ സമ്മർദ്ദത്തിലാക്കുന്നത്. നാളെ നടക്കുന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഈ വിഭാഗം എന്ത് വാദം മുന്നോട്ട് വയ്ക്കും എന്നതാണ് ശ്രദ്ധേയം. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.